കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 3ാമത്തെ സെഷനിൽ 2ാമത്തെ രാത്രികാലത്തിലേക്ക് കടന്നു വന്ന ഈ എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഹല്ലേലൂയ അർദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന വിലയേറിയ ദൈവഭക്തന്മാർ നമ്മുടെ മധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസ് ഫിലിപ്പ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, സജീവ് പാസ്റ്റർ, അതുപോലെ പൊന്നൻ്റെ പാസ്റ്റർ, അങ്ങനെ അനേക ദൈവദാസന്മാർ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തൻ ഹല്ലേലൂയ നിരന്തര ശുശ്രൂഷയ്ക്കായി കടന്നു പോയിട്ട് തക്ക സമയത്ത് ദൈവം ഹല്ലേലൂയ ഇവിടെ എത്തിച്ചേരുവാൻ കൃപ ചെയ്തു. അത് കരങ്ങളോർത്തി എന്നോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തൻ ഇന്ന് രാവിലെ കാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൂതുമൊക്കെ നമുക്ക് ഹല്ലേലൂയ തൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹല്ലേലൂയ നമുക്ക് വിളമ്പി തന്നു. കർത്താവ് വാസ്തവമായി നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ കണ്ടുണരുവാൻ ദൈവം നമ്മെ അവിടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിലൂടെയുള്ള ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വലിയ വിടുതലുകൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായി ഹല്ലേലൂയ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനായിരുന്നു, എന്നാൽ ആ പിശാചിൻ്റെ ഹല്ലേലൂയ പ്രവർത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്നും എഴുതിയിരിക്കുന്ന ദൈവവചനത്തിലൂടെ വ്യക്തമായി ശക്തമായി ദൈവം സംസാരിച്ചെങ്കിൽ ഇന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് രാത്രികാലവും കർത്താവ് ശക്തമായി നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അതിനായി കർത്താവായ ദൈവമേ അടിയങ്ങളോട് സംസാരിക്കണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഹല്ലേലൂയ സമർപ്പണത്തോടെ ദൈവപാദപീഠത്തിൽ താർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സമയം ശുശ്രൂഷയ്ക്കായി കർത്താവിനെ വിലയേറിയ ദാസൻ ഹല്ലേലൂയ ഷിജോ പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പുതുപ്പള്ളിയെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ ഇരുന്നു. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഈ രാത്രിയിലെ സവിശേഷമായ ദൈവവചന ചിന്തകൾക്ക് ആധാരമായി ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. യെസ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ഈ വാക്യത്തെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ഈ വചനത്തിൻ്റെ ശക്തമേറിയ പ്രകാശനം ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നന്നായിട്ട് തുറക്കേണ്ടതിന് നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീതിമാന്മാരെ ഘോഷിച്ച് ഉല്ലസിപ്പി, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഇന്ന് രാത്രിയിലും ദൈവത്തെ നന്നായിട്ട് സ്തുതിക്കുവാൻ, ആത്മാർത്ഥതയോടെ ആരാധിപ്പാൻ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം എല്ലാവരും ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ സമർപ്പിച്ചാട്ടെ. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പോകുകയാണ്. ഈ രാത്രി വചനത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊർന്നലിയോസിൻ്റെ കൂടാരത്തിനകത്ത് പത്രോസ് പ്രസംഗിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ഇടപെടലുകൾ നമ്മിലേക്ക് വെളിപ്പെടേണ്ടതിന് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നാം ഇത്രയും പേർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാൽ ഇത്രയും ശബ്ദമല്ല, ഇതിനൊക്കെ ശബ്ദമുയരണം. ശമന ഹദല ഘടക ശമന ഘടക ജഗന ഹസിയാദ റമന ഹദല ജനഘടക ശന്തൽ ചുടമന ഹത്തുരി ജമാല ഘടക ശമൽ ഖനാദി അൽക്കരക്ഷസി റബന ഘടകം ജാനം പ്രബന്ധനം ശമർത്ഥേനി അൽക്കരക്ഷസി. നാം അന്യഭാഷ പറയുമ്പോൾ അത് മനുഷ്യരെ കേൾപ്പിക്കാനല്ല പറയുന്നേ, ദൈവത്തോട് നാം സംസാരിക്കുകയാണ്.
ആത്മീയ മർമ്മങ്ങളെ നാം സംസാരിക്കുകയാണ്. ഹദര ജഗന ഘടക ജഗൽ പ്രഭാതയ. തടസ്സങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. വൈരികൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ തകരട്ടെ. ശാരീരിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. മാനസിക പ്രയാസങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. അസാധാരണമായ ദൈവശക്തിയുടെ പ്രദർശനശാലകളായി ഈ രാത്രി നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. താഴ്വരയ്ക്കകത്ത് നിന്ന് ഒരസ്ഥി, താഴ്വരയ്ക്കകത്ത് നിന്ന് ഒരു വലിയ സൈന്യം എഴുന്നേറ്റു വന്നതുപോലെ ഈ പ്രാർത്ഥനയുടെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്ത് വചനത്തിൻ്റെ പിൻബലത്താൽ ചിലർ ഇന്ന് ഈ രാത്രിയിൽ എഴുന്നേറ്റു വരുവാൻ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ജയം. ഗ്ലോറി ഗ്ലോറി. ഞങ്ങളെ ക്രിസ്തുവേശുവിൽ കൂടെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധാനം ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് വന്നിരിക്കുന്നു. ഇതുവരെയും പാടുവാനും പ്രാർത്ഥിപ്പാനും അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പാകെ വളരെ ആവലോടെ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് വ്യക്തമായി ശക്തമായി ആഴമായി ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തെ നന്നായി ഞങ്ങളുടെ നടുവിൽ പ്രകാശിപ്പിക്കണമേ. വചനം ശുശ്രൂഷിപ്പാൻ അടിന നാവിനെയും ശബ്ദത്തെയും ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കണമേ. ദൈവഹിതമില്ലാത്ത വാക്കുകൾ ഉച്ചരിപ്പാൻ അനുവദിക്കരുത്. ദൈവഹിതമുള്ളത് മാത്രം ഈ രാത്രി തുറക്കപ്പെടണമേ. ഈ രാത്രി വചന ശുശ്രൂഷകൾക്ക്, ആത്മീയ ആരാധനകൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ ആത്മനിറവിൽ അഭിഷക്തന്മാർ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ദൈവസഭ ഒരുമിച്ച് ചേർന്ന് അതിനെ ശാസിച്ച് ദൂരെ അകറ്റുകയാണ്. ഇന്ന് രാത്രിയിലും യേശുവിൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടണമേ. ജയം ഞങ്ങൾക്ക് നൽകണമേ. നസ്രയനായ യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും കേട്ട് ഉത്തരമരുളും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ബലത്തോടൊരു ഹല്ലേലൂയ പാടാം. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിലും ഈ ദൈവസഭയിൽ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അഭിസംബോധന ചെയ്ത് ദൈവജനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭ്യമാക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തെ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു വലിയ പദവിയായി മഹാഭാഗ്യമായും കണക്കാക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, വിശേഷിച്ച് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്ക്, ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ എം.എ. വർഗീസ് പാസ്റ്റർക്ക്, തൻ്റെ കുടുംബത്തിന്, ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ഈ രാത്രി ലീഡ് ചെയ്ത പ്രിയ രാജീവ് പാസ്റ്റർക്ക്, കുടുംബത്തിന് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷിച്ച് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ പ്രാരംഭ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിലും ഈ പകലും എന്നെ ശുശ്രൂഷയ്ക്കായി ഇങ്ങോട്ട് ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസന്, വിശേഷിച്ച് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ദൈവസഭയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുന്നു. ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി സഭ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. നാം വായിച്ച ദൈവജനത്തെ ആസ്പദീകരിച്ചാണ് തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വായിച്ച ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലൂസ് എന്നാണ് കൂടുതൽ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. പൗലൂസ് എഴുതിയ ലേഖനമായിട്ട് ചിത്രീകരിച്ച് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് തുടർന്ന് ദൈവത്തിൻ്റെ വചനം ഈ ഭാഗത്തെ ആസ്പദീകരിച്ച് സംസാരിക്കാൻ പോകുകയാണ്. പൗലൂസിൻ്റെ
എഴുത്തിൽ പ്രധാനപ്പെട്ട ഏറ്റവും കരുത്തുള്ളൊരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പൗലൂസ് എഴുതുമ്പോൾ ഈ എബ്രായ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം നമുക്കറിയാം. ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരു പശ്ചാത്തലം അതിനകത്തുണ്ട്. ഒരിക്കലും വെറുതെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് സമയം പോക്കിനായിട്ട് എഴുതിയ ലേഖനങ്ങളല്ല നാം വായിച്ചു മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ ലേഖനങ്ങളെല്ലാം എഴുതുവാൻ ഒരു പശ്ചാത്തലമുണ്ട്. എബ്രായ ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലം നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എബ്രായിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ അനുഭവിച്ച് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് അവിടെ ഹൃദയത്തിനകത്ത് ഒരു വല്ലാത്ത താല്പര്യമുണ്ടായി. താല്പര്യം ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു പോരുന്ന സമയത്ത് അവിടെ ഹൃദയത്തിനകത്ത് അങ്കുരിച്ച ഒരു കാര്യം, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരാണ്, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരാണ്, പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്, മഹാപുരോഹിതനാണ്, പഴയ നിയമത്തിലെ ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ് ശ്രേഷ്ഠത എന്നൊരു ചിന്ത. യേശുക്രിസ്തുവിനേക്കാൾ ഉപരി മറ്റുള്ള കാര്യാദികളിൽ ശ്രേഷ്ഠത കൽപ്പിച്ച് പഴയ നിയമത്തിലെ ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും മറ്റ് ബാഹ്യമായ കാര്യപരിപാടികൾക്കുമെല്ലാം ഒരു ശ്രേഷ്ഠത കൽപ്പിച്ച് യേശുക്രിസ്തുവിനേക്കാൾ വലുതായി ഈ ശ്രേഷ്ഠതകളൊക്കെ അവരിങ്ങനെ ഹൃദയത്തിനകത്ത് താലോലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പൗലൂസ് ആത്മനിറവിൽ ഈ 13 അധ്യായത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെപ്പറ്റി, യേശുക്രിസ്തുവിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി, യേശുവിൻ്റെ നിസ്തുല്യതയെപ്പറ്റി, യേശുവിൻ്റെ പരിശുദ്ധിയെപ്പറ്റി, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ അതിശ്രേഷ്ഠനായ ക്രിസ്തു എന്ന വിഷയത്തോടനുബന്ധിച്ച് 13 അധ്യായങ്ങളും ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികൾക്ക് താൻ പറഞ്ഞു കൊടുക്കുകയാണ്. നാം 1 മുതൽ 13 അധ്യായങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലേഖന ഭാഗത്തിലൂടെ പൗലൂസ് വിശദീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. യേശുക്രിസ്തു അതിശ്രേഷ്ഠനാണ്. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയുടെ ഏറ്റവും ഉത്തംഗമായ അനുഭവങ്ങളാണ് പൗലൂസ് ആത്മനിറവിൽ ഈ ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നത്. ഇനി 1 മുതൽ 13 വരെയുള്ള അധ്യായത്തിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു തന്നിട്ട് നാം വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. 1-2 അധ്യായങ്ങൾ പൗലൂസ് എഴുതുമ്പോൾ യേശു പഴയ നിയമത്തിലെ പുരോഹിതനേക്കാൾ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനെന്നാണ് ഇതാ പൗലൂസ് പ്രിയപ്പെട്ടവർക്ക്, എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതി കൊടുക്കുന്നത്. യേശു പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ, പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ 3-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന കാര്യം യേശു മോശയേക്കാൾ വലിയവനാണ്, മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ദൈവഭവനം എന്ന വിഷയത്തെക്കുറിച്ച് പൗലൂസ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ദൈവഭവനത്തിലെ ഭൃത്യനാണ് മോശ എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവഭവനത്തിലെ ഭൃത്യൻ മോശയായി മാറ്റപ്പെടുമ്പോൾ ദൈവഭവനത്തിലെ അധികാരിയായ പുത്രനാണ് ക്രിസ്തു എന്ന് വിശദീകരിച്ചിട്ട് യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് അവർക്ക് പറഞ്ഞു നൽകുകയാണ്. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു യോശുവായേക്കാൾ വലിയവനാണ്, യോശുവായേക്കാൾ ശ്രേഷ്ഠനാണ്. നമുക്കറിയാം, മോശയുടെ മരണത്തിന് ശേഷം ദൈവം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ അതിന് നേതൃസ്ഥാനയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ പേരാണ് യോശുവ. യോശുവയുടെ കാലഘട്ടത്തിലാണ് ഇവർ കനാനിലേക്ക് പ്രവേശിക്കുന്നത്. കനാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വേദപുസ്തകം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: കനാനിൽ പ്രവേശിച്ച സമയത്ത് അവർക്ക് സ്വസ്ഥതയുണ്ടായി. പക്ഷേ യോശുവ മുഖാന്തരം അവർക്ക് ലഭ്യമായ സ്വസ്ഥത ചില ദിവസങ്ങളിലേക്ക്, ചില വർഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സ്വസ്ഥത അത് ചില ദിവസങ്ങളിലേക്കോ, ചില മാസങ്ങളിലേക്കോ, ചില വർഷങ്ങളിലേക്കോ അല്ല, മറിച്ച് എന്നേക്കുമുള്ള സ്വസ്ഥതയാണ് കർത്താവ് നമുക്ക് നൽകുന്നതെന്ന് പറഞ്ഞിട്ട് യേശു യോശുവായേക്കാൾ ശ്രേഷ്ഠനെന്ന് പൗലൂസ് എഴുതി കാണിക്കുകയാണ്. ഇനി 5-ാം അധ്യായം വായിക്കുമ്പോൾ യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. 6-ാം അധ്യായത്തിൽ യേശു അബ്രഹാമിനേക്കാൾ
ശ്രേഷ്ഠനാണ്. 7-ാം അധ്യായത്തിൽ യേശു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്. 7-ാം അധ്യായം ഇതാ പൗലോസ് എഴുതി വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നിങ്ങനെ, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. അപ്പോൾ 7-ാം അധ്യായത്തിൽ മൽക്കിസദേക്കിനേക്കാൾ യേശു ശ്രേഷ്ഠനായി വിരാജിക്കുകയാണ്. ഇനി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠനാണ്. 9-ാം അധ്യായത്തിൽ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവുമുള്ള സമാഗമന കൂടാരത്തെക്കാൾ യേശു ശ്രേഷ്ഠനായി നിൽക്കുകയാണ്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത് യേശു യാഗത്തെക്കാൾ ശ്രേഷ്ഠനായി നിൽക്കുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു വിശ്വാസ വീരന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. വിശ്വാസ വീരന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 11-ാം അധ്യായം ഇതാ പൗലോസ് എഴുതി വരുമ്പോൾ ഹാബേൽ, പിന്നീട് ഹാനോക്ക്, നോഹ, പിന്നീട് അബ്രഹാം, പിന്നീട് ഇസഹാക്ക്, യാക്കോബ്, പിന്നീട് യോസഫ്, പിന്നീട് മോശ, പിന്നീട് ന്യായാധിപന്മാരിലേക്ക് കയറി ഗിദയോനെ, ഷിംഷോനെ ഒക്കെ എടുത്തു കാണിച്ച്, ഇബ്താഹിനെ എല്ലാം എടുത്തു കാണിച്ച് ഷൗമയിലേക്കൊക്കെ വന്നിട്ട് പൗലോസ് ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പഴയ നിയമത്തിലെ ന്യായാധിപന്മാരെക്കാൾ, പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായി നിലനിൽക്കുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറയാം. ഇനി 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 12-ാം അധ്യായത്തിലെ വിഷയം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഇവിടെ പൗലോസ് വിശദീകരിക്കുകയാണ്. ഹാബേലിൻ്റെ രക്തം ദൈവമുഖത്തേക്ക് നോക്കി കായീനോട് പ്രതികാരം ചെയ്യണമേ, കായീനോട് പ്രതികാരം ചെയ്യണമേ, കായീനോട് പ്രതികാരം ചെയ്യണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ പുണ്യാഹ രക്തം അത് പ്രതികാരത്തിൻ്റെ രക്തമല്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രിയിലും ഉറപ്പോടെ ധൈര്യത്തോടെ ഹൃദയം തുറന്ന് നാവ് തുറന്ന് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്നുണ്ട്, ആ രക്തം പ്രതികാരദാഹിയായ രക്തമല്ല, അത് പ്രതികാരം നടത്തുന്ന രക്തമല്ല. കാൽവറി കുലക്കളത്തിൽ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം നമ്മുടെ പാപത്തിന്റെ കടും ചുവപ്പുകളെ തേയിച്ച് മായിച്ച് കളഞ്ഞിട്ട് നമ്മെ വെണ്മയും നമ്മെ ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റിയ, നമ്മെ പരിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് നടത്തിയ ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ചർച്ചിനകത്ത് വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ചേർന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. വെളിപ്പാട് പുസ്തകത്തിനകത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും അവരുടെ സാക്ഷ്യവചനത്താലും പിശാചിനെ ജയിച്ചു എന്നാണ്. ഇന്ന് രാത്രിയിലും യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഏത് കടും ചുവപ്പായ പാപത്തെയും, ഏത് കടും ചുവപ്പായ ശാപത്തെയും, ഏത് കടും ചുവപ്പായ അതിക്രമങ്ങളെയും നന്നായി വെളിപ്പിക്കുവാൻ, നന്നായി ശുദ്ധീകരിക്കുവാൻ ഇന്ന് രാത്രി കർത്താവായ യേശുവിൻ്റെ രക്തം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ശ്രേഷ്ഠതയുള്ള രക്തമാണ്, അത് അതിശ്രേഷ്ഠമായ രക്തമാണ്. ഹാബേൽ രക്തം വയലിൽ വീണ സമയത്ത് ആ രക്തം ദൈവത്തോട് പ്രതികാരദാഹിയായി നിലവിളിച്ചെങ്കിൽ യേശുവിൻ്റെ രക്തം കാൽവറി ക്രൂശിൽ ഒഴുക്കപ്പെട്ടത് ആ രക്തം പ്രതികാരദാഹിയായ രക്തമല്ല, അത് പാപത്തെ പരിഹരിക്കുന്ന രക്തമാണ്. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത് ഇടയ ശ്രേഷ്ഠനായ കർത്താവിനെ പറ്റിയാണ്. നിത്യ നിയമത്തിൻ്റെ വലിയ ഇടയനായ എന്ന് ഈ ലേഖനത്തിൽ നമുക്ക് അവസാനത്തിൽ വായിക്കാൻ കഴിയുമെങ്കിൽ ആ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നത് ഇടയ ശ്രേഷ്ഠനായ ക്രിസ്തുവാണ്. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും നാം ആരാധിക്കുന്നതെയും നാം സ്തുതിക്കുന്നതെയും നാം മഹത്വപ്പെടുത്തുന്നതെയും ശ്രേഷ്ഠനായ ദൈവത്തെയാണ്. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നാം ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബോധ്യം എന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് രാത്രി ആരാധിക്കാൻ വന്നത് ഭൂലോകത്തിലെ എല്ലാ സമ്പത്തിലും, ഭൂലോകത്തിലെ എല്ലാ അനുഗ്രഹത്തിലും, ഭൂലോകത്തിലെ സകല അനുഭവങ്ങളിൽ നിന്നും ശ്രേഷ്ഠനായ ദൈവത്തെയാണ് ഞാൻ ഇന്ന് രാത്രി ആരാധിക്കുന്നത് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ
ചേർന്ന് ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, നിത്യപിതാവാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവസൃഷ്ടിക്കും ആദിജാതനാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായിട്ടും തന്നെ. അവൻ ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തു കൂടാത്ത വെളിച്ചങ്ങൾ വസിക്കുന്നവനാണ്, മനുഷ്യരാരും കാണാത്തവനാണ്, കാണാൻ കഴിയാത്തവനാണ്. അവൻ ഉന്നതനാണ്, ഉയർന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമം, പരിശുദ്ധ നാമം ഉള്ളവനാണ്. ഇന്ന് രാത്രി ആ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചതോർത്ത് കരമടിച്ചൽപ്പസമയം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഞാൻ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവം അവൻ പരമോന്നതനാണ്, അവൻ പരിശുദ്ധനാണ്, അവനെ പോലെ വേറൊരു ദൈവമില്ല. വരുവീം നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ ഇന്ന് രാത്രി സൈന്യത്തിന്റെ തലവനാണ്, അവൻ നമ്മുടെ ദൈവമാണ്, അവൻ നമ്മുടെ ആശ്രയിക്കുന്ന പാറയാണ്, അവൻ നമ്മുടെ ശൈലമാണ്, അവൻ നമ്മുടെ കോട്ടയാണ്. വാ തുറന്നു പറ, ഞാൻ ഇന്ന് രാത്രി ആരാധിക്കുന്ന എന്റെ ദൈവം അവൻ ശ്രേഷ്ഠനായ ദൈവമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ സ്വയംഭൂവല്ല, അവൻ സകലത്തെയും നിർമ്മിച്ചവനാണ്, സകലത്തെയും ഉളവാക്കിയവനാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പറ, ഞാൻ ഇന്ന് രാത്രി ആരാധിക്കാൻ വന്ന ദൈവം, ഞാൻ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ വന്ന ദൈവം, ആ ദൈവം ഉന്നതനാണ്, അവനെ പോലെ ശ്രേഷ്ഠൻ മറ്റാരുമില്ല. വാ തുറന്ന് ഇന്ന് രാത്രി ജല ബര ജല ദയ ബര രദ ലഗ ദയ ബര ജല രദന ഗഡഗ ജഗല ഗഡഗ ജഗല രദന ഗഡഗ ജഗല ഗഡഗ ജഗൽ ഹർദല പ്രഭാതി അൽക രച്ച സേദിയാല രബ ലബ രബ രദൽ കരാദിയ രബ. അതിശ്രേഷ്ഠനായ ദൈവം, അതിമഹത്വമുള്ള ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവൻ ആഗതനായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തല കുനിച്ചിരിക്കരുത്, തല ഉയർത്തിപ്പിടിച്ചോണം. നാം ആരാധിക്കുന്ന സർവശക്തനെയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചു വന്നിട്ട് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്ന കാര്യം വിശദീകരിക്കുന്ന ആ ആദ്യ സമയത്ത് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളോരെ. ഇവിടെ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുന്ന രീതി വളരെ ആദരണീയമാണ്, വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ വിശ്വാസത്യാഗികളായി ദൈവഭാഗം വിട്ട് ഇങ്ങനെ മറ്റുള്ള ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കർമ്മ നടപടിയിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് പോകുവാൻ അവരുടെ ഹൃദയം താല്പര്യപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഈ ലേഖനം അവർക്ക് എഴുതി കൊടുക്കുമ്പോൾ പൗലോസ് അവരെ വിളിക്കുന്ന പേര് വിശുദ്ധ സഹോദരന്മാരെ എന്നാണ്. അപ്പോൾ ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ ദൈവഭാഗം വിട്ടുപോകാൻ തയ്യാറാകുകയാണ്. ആലയങ്ങളിൽ പഴയ നിയമത്തിലെ ആരാധന കർമ്മങ്ങളിലേക്കൊക്കെ തിരിയാൻ അവരുടെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അവരെ അഭിസംബോധന ചെയ്യുകയാണ്, വിശുദ്ധ സഹോദരന്മാരെ. അപ്പോൾ അഭിസംബോധന ചെയ്യുന്ന രീതി
ഏറ്റവും ശ്രേഷ്ഠമാണ്. അവരെ വിളിക്കുന്ന വിളി നിങ്ങൾ കേട്ടെ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. നിങ്ങൾക്കറിയാമല്ലോ, കൊരിന്ത്യ സഭ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ഭിന്നത അവിടുത്തെ വിഷയമാണ്. സഭയ്ക്കകത്ത് 4 പക്ഷമുണ്ട്. ഭിന്നത വിഷയം ആകുമ്പോൾ തന്നെ ദൈവസഭയ്ക്കകത്ത് അശുദ്ധിയുണ്ട്. ദൈവസഭയ്ക്കകത്ത് അശുദ്ധി ഉള്ളപ്പോൾ തന്നെ ഈർഷയും പിണക്കവും ഉണ്ട്. അവിടെ ധാരാളം ജഡീകന്മാരാണ് കൂടുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാതെ, ദൈവത്തിൻ്റെ വാക്കുകളെ അംഗീകരിക്കാൻ കഴിയാതെ, ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയാതെ പ്രാകൃതരായി ചിലർ ദൈവസഭയ്ക്കകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഭ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൗലൂസ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ സഭയെ അഭിസംബോധന ചെയ്യുന്നത് സ്തോത്രം സഹോദരന്മാരെ എന്നാണ്. കേൾക്കുന്നുണ്ടോ? വലിയ പ്രതിസന്ധിയിലൂടെയാണ് സഭ പോകുന്നത്. വലിയ സ്തോത്രം എന്താ പറയുന്ന പ്രശ്നങ്ങളിലൂടെയാണ് സഭ പോകുന്നത്. പക്ഷേ അവരെ അഭിസംബോധന ചെയ്യുന്നത് സഹോദരങ്ങളെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരെ, നമ്മുടെ അപ്പൻ ഒന്നാണ് എന്നുള്ള ഭാവത്തോടുകൂടെയാണ് ആ കാര്യങ്ങൾ സംഭാഷിക്കുന്നത്. അപ്പോൾ അഭിസംബോധന ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ തിബരിയാസ് കടൽക്കരയിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷമാകുന്ന ഒരു സമയമുണ്ട്. അതിന് തൊട്ടു മുമ്പ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, പത്രോസും ബാക്കി 6 പേരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പത്രോസ് പറഞ്ഞു, ഞാൻ പടകുമായിട്ട് പോകാൻ പോവാ, ഞാൻ വല വീശാൻ പോകുകയാണ്. പെട്ടെന്ന് 6 പേരും പറഞ്ഞു, ഞങ്ങളും പോരും എന്ന് പറയാൻ എന്താ അർത്ഥം? ഇവരെല്ലാം പോകാൻ ആകാംക്ഷയോടെ ഇരിക്കുമ്പോഴാണ് പത്രോസ് ഒരു വാക്ക് പറയുന്നത്, നമുക്ക് പോകാം. അപ്പൊ പത്രോസ് പറഞ്ഞ വാക്കിനകത്ത് ഇവർ ഒരുമിച്ച് പോകുകയാണ്. പത്രോസ് പറഞ്ഞ വാക്കിനകത്ത് ഒരുമിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ പ്രിയപ്പെട്ടവരെ, രാത്രി അവരെല്ലാം അധ്വാനിച്ചു, പക്ഷേ ഒന്നും പിടിച്ചില്ല. എല്ലാം കിട്ടിയോ? അവർക്ക് ഒന്നും പിടിക്കാതെ വന്നപ്പോൾ, ഒന്നും കിട്ടാതെ വന്നപ്പോൾ യേശു ആ കടൽക്കരയിൽ വന്നിട്ട് അവരെ വിളിക്കുന്ന പേരെന്താണ്? കുഞ്ഞുങ്ങളെ. കേൾക്കുന്നുണ്ടോ? നമ്മളാണെങ്കിൽ എന്ത് വിളിക്കും? പിന്മാറ്റക്കാരെ എന്ന് വിളിക്കും, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നേ? ചതിച്ചവനെ എന്ന് വിളിക്കും. എന്നെ ഞാൻ ഇത്രയും നിന്നെ പോറ്റി വളർത്തിയിട്ട് 3.5 വർഷക്കാലം നിനക്ക് എത്ര അത്ഭുതങ്ങൾ ഞാൻ ചെയ്തു. നിനക്ക് നികുതി കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ അത്ഭുതം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. നിന്റെ കാര്യാദികളൊക്കെ നോക്കി 3.5 വർഷക്കാലം എൻ്റെ കൂടെ നടന്നിട്ട് അന്ന് നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറഞ്ഞു. ഇപ്പോൾ എന്നെ വിട്ടിട്ട് നീ യാത്ര ചെയ്തു. അതുകൊണ്ട് ചതിയന്മാരെ എന്നാണ് യേശു വിളിച്ചേ? ആണോ? കള്ളന്മാരെ എന്നാണ് യേശു വിളിച്ചേ? പിന്മാറ്റക്കാരെ എന്നാണ് വിളിച്ചേ? അല്ല, യേശു അവരെ വിളിക്കുന്നവർ കുഞ്ഞുങ്ങളെ. ആ വിളിക്കകത്ത് സ്നേഹസമ്പൂർണമായ ഒരു അഭിസംബോധനയുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ അഭിസംബോധന രീതി വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ യോഹന്നാനും പത്രോസിനുമൊക്കെ പൗലൂസിനുമൊക്കെ ഈ അഭിസംബോധന രീതി വളരെ ശക്തമായി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഗായോസിനെ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിൽ 1-ാം വാക്യത്തിൽ അഭിസംബോധന ചെയ്യുന്നത്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അഭിസംബോധന രീതിക്ക് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. യേശു പലയിടത്തും ഹെരോദാവിനോട് ചെന്ന് പറയാൻ പറഞ്ഞു, ആ കുറുക്കനോട് എന്ന് യേശു അഭിസംബോധന ചെയ്തെങ്കിൽ വീണ്ടും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തൻ്റെ ശിഷ്യന്മാരുടെ ബന്ധത്തിൽ, തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബന്ധത്തിൽ യേശുവിൻ്റെ അഭിസംബോധന രീതി കുഞ്ഞുങ്ങളെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അറിയാം. ആ അഭിസംബോധന രീതി അവരോട് പറഞ്ഞിട്ട് വേദപുസ്തകത്തിനകത്ത് ശുശ്രൂഷയ്ക്കായിട്ട് വീണ്ടും പത്രോസിനെ നിയോഗിക്കുന്നൊരു കാര്യം അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അഭിസംബോധനയ്ക്ക്, നാം പറയുന്ന വാക്കുകൾക്ക്, മറ്റുള്ളവരെ അഭിസംബോധന ചെയ്ത രീതിക്ക് വേദപുസ്തകത്തിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ എബ്രായ ലേഖനത്തിൽ പൗലൂസ് പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്യാഗമുണ്ട്. നിങ്ങൾ അധികം താമസമില്ലാതെ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ മറന്ന് മറ്റുള്ളവരിലേക്ക് തിരിയും എന്ന് എൻ്റെ ആത്മാവിന് എനിക്ക് ബോധ്യം വരുന്നെങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. ഇനി എല്ലാവരും കേൾക്കണം. 2 പ്രധാനപ്പെട്ട അനുഭവമാണ് ഇവിടെ എബ്രായ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് നൽകുന്നത്. 1, നിങ്ങൾ വിശുദ്ധ സഹോദരങ്ങളാണ്. 2, നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ഇനി ഞാൻ 2ഉം വിശദീകരിക്കാൻ പോകുകയാണ്. 1, നാം വിശുദ്ധ സഹോദരങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? നാം വിശുദ്ധ സഹോദരങ്ങളാണ്. വിശുദ്ധി എന്ന വാക്ക് ഹാഗിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. അർത്ഥം വേർതിരിക്കപ്പെട്ടത് എന്ന അർത്ഥം. വേർതിരിക്കപ്പെട്ടത്.
കേൾക്കുന്നുണ്ടോ? വേർതിരിക്കപ്പെട്ടത്. അപ്പോൾ വിശുദ്ധ സഹോദരങ്ങളെ എന്ന് വിളിച്ചാൽ വാക്കിന്റെ അർത്ഥം നിങ്ങൾ വേർതിരിക്കപ്പെട്ട സഹോദരങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. സഭ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. നാം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ഉദ്ദേശം വേർപാടനുഷ്ഠിക്കുക എന്നുള്ളതാണ്. വേർപാടനുഷ്ഠിക്കുക. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, എല്ലാവരും സംസാരിക്കുന്നത് പോലെ, എല്ലാവരും ഇടപെടുന്നത് പോലെ, എല്ലാവരും കാര്യം കാണുന്നത് പോലെ, എല്ലാവരും കാര്യത്തിന്റെ പരിഹാരം നടത്തുന്ന പോലെ, എല്ലാവരും കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. നാം വിശുദ്ധ സഹോദരങ്ങളാണ്. നാം വേർപെട്ടവരാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. നാം ഈ ലോകത്തിലാണ് താമസിക്കുന്നെങ്കിലും, ഈ ലോകത്തിലാണ് വാസം ചെയ്യുന്നതെങ്കിലും നാം ഈ ലോകക്കാരല്ല. മനസ്സിലാകുന്നവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, നാം വിശുദ്ധ സഹോദരങ്ങളാണ്. എല്ലാവരും സംസാരിക്കുന്നത് പോലെ, എല്ലാവരും ഇടപെടുന്നത് പോലെ, എല്ലാവരും കാര്യങ്ങൾ നോക്കിക്കാണുന്നത് പോലെ, എല്ലാവരും കാര്യങ്ങളിൽ സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിപ്പാൻ, ഇടപെടാൻ അനുവാദമില്ല. കാരണം നാം വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇനി പൗലോസ് അടുത്തതായി പറയുന്ന വാക്ക്, നാം വിശുദ്ധ സഹോദരങ്ങൾ മാത്രമല്ല, നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരൻ. നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരൻ. വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ വായിച്ചാൽ പുതിയ നിയമത്തിനകത്ത് പ്രധാനപ്പെട്ട 2 വിളി കാണാൻ കഴിയും. ഒത്തിരി വിളിയുണ്ട്, എങ്കിലും 2 വിളി ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് വിശുദ്ധ വിളിയാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും, വിശുദ്ധ വിളി കൊണ്ട് അവൻ എന്നെ വിളിച്ചു എന്നുണ്ട്. ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പരമവിളിയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന വിളി നിങ്ങൾ സ്വർഗീയ, അവിടെ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് നിങ്ങൾ ഓഹരിക്കാരാണ്. നിങ്ങളുടെ സ്വർഗമാണ് വിളിച്ചത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, സ്വർഗീയ വിളിക്ക് നാം ഓഹരിക്കാരാണെങ്കിൽ നിങ്ങളുടെ സകല വിഷയത്തിനകത്തും സ്വർഗത്തിന് ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്നുയർത്തി ഞാൻ ആത്മനിറവിൽ ദൈവസഭയോട്, ദൈവമക്കളോട്, വിശേഷാൽ ദൈവദാസന്മാരോട് പറയാം, നാം സ്വർഗീയ വിളി കേട്ടിറങ്ങി തിരിച്ചവരാണ്. സ്വർഗീയ വിളി അനുസരിച്ച് പുറപ്പെടുന്നവരാണ്. നമ്മേക്കാൾ, നമ്മുടെ കൂടപ്പിറപ്പിനേക്കാൾ, നമ്മുടെ സഹോദരി ബന്ധത്തെക്കാൾ വിളിച്ച ദൈവത്തിന് എന്നെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ചേർന്ന് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. 40-ാമത്തെ വയസ്സിൽ സ്തോത്രം ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി കൊട്ടാരം വിട്ട് ആ റോഡിലേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങിയ മോശയ്ക്ക് കിട്ടിയ പരാജയം നിങ്ങൾക്കറിയാം. സഹോദരന്മാർ കൈ ചൂണ്ടി ചോദിച്ചു, നിന്നെ ആരാ ഞങ്ങൾക്ക് അധികാരിയാക്കിയത്, ന്യായകർത്താവാക്കിയത്? ഈ ചോദ്യം കേട്ടതുകൊണ്ട് മോശ ഇവിടെ നിന്ന് ഓടി ചെന്ന് നിൽക്കുന്നത് മിദ്യാനിലാണ്. മിദ്യാനിൽ ഇത്രോവിൻ്റെ കൂടാരത്തിനകത്ത് താൻ അഭയം പ്രാപിക്കുകയാണ്. പിന്നീട് 40 വർഷം കഴിഞ്ഞു. അവിടെ 40 വർഷത്തിൽ താൻ ജോലി ചെയ്യുന്നത് ആടുമേയ്ക്കുകയാണ്. ആടുമേയ്ച്ച് ഇങ്ങനെ ജോലി ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്താണ് താൻ മരുഭൂമിക്കപ്പുറത്ത്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നിങ്ങനെ, മരുഭൂമിക്കപ്പുറത്ത് താൻ നിൽക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. കാഴ്ച ഇങ്ങനെ, ഒരു മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷേ വെന്തുപോകുന്നില്ല. ഈ വലിയ കാഴ്ച എന്തെന്ന് കാണാൻ മോശ അടുത്ത് ചെല്ലുമ്പോൾ തീജ്വാലയ്ക്കകത്ത് നിന്ന് ദൈവം മോശയെ വിളിക്കുകയാണ്. മോശേ, മോശേ. ഈ വിളി മോശ കേട്ടു. മോശ കേൾക്കുന്ന സമയത്ത് മോശയുടെ അടുത്ത വാക്കിങ്ങനെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. ഈ ദൈവശബ്ദം കേട്ട് കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളഞ്ഞ് മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവം ഇടപെടുന്ന ഇടത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് മോശയുടെ മുഖത്തേക്ക് നോക്കി ദൈവം പറയുന്നൊരു സന്ദേശമുണ്ട്. മോശേ, ഞാൻ നിന്നെ ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കാൻ പോകുകയാണ്. ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അന്ന് നിന്നെ അധികാരിയാക്കിയത്, ന്യായകർത്താവാക്കിയത് ആരെന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. ഇപ്പം നീ ഇറങ്ങിച്ചെല്ലുന്നത് സാധാരണ ഒരു മോശയായിട്ടല്ല, ഞാൻ വിളിച്ച വിളി അനുസരിച്ച്
അയക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി ഇന്ന് പകൽ ദൈവസഭയുടെ ആത്മനിറവിൽ പറയാം. 40-ാം വർഷത്തിൽ തൻ്റെ ഒരു ഇടപെടൽ മാനുഷികമായൊരു ഇടപെടലാണെങ്കിൽ അത് പരാജയത്തിലേക്ക് പോയെങ്കിൽ 80-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ച് ഹോരേബിന് നുറകിൽ കെട്ടി ദൈവിക പ്രത്യക്ഷത കാണിച്ച് അതിനകത്തും ദൈവം മോശയെ എന്ന് വിളിച്ച് ദൈവം മോശയെ വേർതിരിക്കുന്ന സമയത്ത് ഇതാ 80-ാമത്തെ വയസ്സിൽ താഴ്വാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതത്തിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ പിന്നീടുള്ള വർഷങ്ങളിൽ മുഴുവൻ മോശയുടെ മുമ്പിൽ ആരും നിൽക്കാൻ കഴിയാതെ വണ്ണം മോശയെ ദൈവം അത്ര ഉത്തരവാദിത്വത്തോടെ പരിപാലിച്ചെങ്കിൽ സ്വർഗീയ വിളി തന്ന ദൈവത്തിന് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഏത് പിറുപിറുക്കുന്ന കൂട്ടത്തിലാണെങ്കിലും, ഏത് വെല്ലുവിളിക്കുന്ന സമൂഹമുള്ള കൂട്ടത്തിലാണെങ്കിലും, എത്ര ഭറവോന്റെ ആധിപത്യമുള്ള മണ്ണാണെങ്കിലും, എത്ര മിസ്രൈമിന്റെ മന്ത്രവാദമുള്ള മണ്ണാണെങ്കിലും, മോശയെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മോശെ 80-ാമത്തെ വയസ്സിൽ നീ എൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചാൽ നിന്റെ ഈ വിളിക്കകത്ത് നീ പരാജയപ്പെട്ടു പോകില്ല. ഏതു പ്രതിസന്ധിക്കകത്തും നിന്നെ വിളിച്ച ദൈവമാണെന്നുള്ള ഉറപ്പ് മോശെ ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ആമേൻ പറയാം. ഞാൻ പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്നെനിക്കറിയില്ല. ഈ 2024 ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ദൈവസഭയുടെ നടുവിൽ നിന്ന് പ്രവചിച്ചു പറയുന്നു, 40-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചതുപോലെയല്ല 80-ാമത്തെ വയസ്സിൽ മോശ ജനത്തിനു മുമ്പാകെ പുറപ്പെടുന്നത്. ദൈവ ശബ്ദം കേട്ട്, വിളി കേട്ട്, സ്വർഗീയ വിളി കേട്ട് ഇറങ്ങി തിരിച്ച തന്റെ ഭക്തനെ ദൈവ ഐശ്വര്യത്തോടെ, അധികാരത്തോടെ, അഭിഷേകത്തോടെ ഉപയോഗിച്ചെങ്കിൽ നിനക്ക് വിളി തന്ന ദൈവം, നിന്നെ വിളി കേൾപ്പിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം നിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്നടിച്ച് വിശ്വസിക്കുന്നവർ ആ കരം ഒന്ന് തട്ടി കർത്താവിന് നന്ദിയോടെ. ഒഫ്നിയും ഫിനേഹാസും ആലയത്തിനകത്ത് വരുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി ആലയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മേധസ്സിനെ മുപ്പല്ലി കൊണ്ട് കുത്തി അനുഭവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു മാറിക്കഴിയുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു മാറി കഴിയുക മാത്രമല്ല, അവർ അപ്പൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അപ്പൻ്റെ വാക്കിനെ കൂട്ടാക്കിയില്ല. എല്ലാ തരത്തിലും അധാർമികതയും എല്ലാ തരത്തിലും അശ്ലീലതകളും പ്രവർത്തിച്ചിങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആലയത്തിന്റെ വിളക്ക് കെടും മുമ്പേ, ആലയത്തിനകത്ത് വിളക്ക് കെടും മുമ്പേ ആ പെട്ടകത്തോട് ചേർന്ന് ഒരു ബാലൻ വന്ന് കിടക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? പാരമ്പര്യമൊന്നും പറയാനില്ല കേട്ടോ. ഒരു ബാലൻ ആ പെട്ടകത്തോട് ചേർന്ന് കിടക്കുമ്പോൾ ഇതാ പെട്ടകത്തിൽ ചേർന്ന് കിടക്കുന്ന ബാലന്റെ അടുക്കിലേക്ക് രാത്രിയിൽ ഒരു സ്വരം, ശമൂവേലേ ശമൂവേലേ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റെ അടുത്ത വിളി വരേണ്ടത് ഏലി പുരോഹിതന്റെ മക്കൾക്ക് ഫിനേഹാസേ ഫിനേഹാസേ, ഒഫ്നിയെ ഒഫ്നിയെ എന്നാണ് ദൈവം വിളിക്കേണ്ടത്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവർ പാപം ചെയ്ത് അകന്നു മാറിയപ്പോ അങ്ങ് വേദപുസ്തകം വായിക്കുന്നവർക്കറിയാമല്ലോ, ഹന്നയുടെ സന്തതി, പ്രാർത്ഥിക്കുന്നവരുടെ സന്തതി ആലയത്തിനകത്ത് വന്ന് കിടക്കുമ്പോൾ ഒരു സ്വർഗീയ വിളി ഉണ്ടാകുകയാണ്. മനസ്സിലാകുന്നെങ്കിൽ ചേർന്നൊരാമേൻ പറയാം. ഇന്ന് ഈ രാത്രിയിലും ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രം, ഈ കേരളം മുഴുവൻ പാപത്തിൽ രസിച്ചും അടുത്ത തലമുറ രംഗത്ത് ശുശ്രൂഷയ്ക്ക് വരേണ്ട തലമുറകൾ പാപത്തിൽ മറഞ്ഞും പാപത്തിൽ പൂണ്ടും പാപത്തിൽ ജീവിതം കടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു പാരമ്പര്യവും പറയാൻ കഴിയാത്ത, ഒരു ശ്രേഷ്ഠതയും പറയാൻ കഴിയാത്ത ചിലരുടെ മേൽ ദൈവത്തിന്റെ വിളി ഈ ദിവസങ്ങൾ വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമടിച്ച് ഞാൻ പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട്, അപ്പൻ പുരോഹിതനായതുകൊണ്ട് അടുത്ത പുരോഹിത ശുശ്രൂഷ മകനാണ് ലഭിക്കേണ്ടത്. പക്ഷെ മക്കൾ വഴിതെറ്റി മാറിയപ്പോ അങ്ങ് കിടക്കുന്ന എൽക്കാനയുടെ അന്നയുടെ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു വന്നെങ്കിൽ, സ്വർഗീയ വിളി വന്നെങ്കിൽ, ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിച്ചേറ്റു പറയും? ഈ രാത്രി പ്രാർത്ഥിക്ക്. പാരമ്പര്യങ്ങളൊന്നും വേണ്ട. ഇന്ന് രാത്രി കർത്താവേ എന്റെ തലമുറയെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗീയ വിളി അവളായിരിക്കുന്ന രാജ്യത്തിൽ, അവളായിരിക്കുന്ന സംസ്ഥാനത്തിൽ അവൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചത് ഹല്ലേലൂയ.
ഹുഡാ റബാ ലഗാ ദയാര ശമർ കദാ രഗാ ജഗൽ കരാദി റബാ ലബാ ശംദൽ കരാദയാമന. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ഞാൻ കാട് കയറുകയല്ല, ഞാനൊരു കാര്യം വ്യക്തമാക്കുകയാണ്. നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ നമുക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠത നമ്മുടെ സമസ്ത വിഷയത്തിനകത്തും സ്വർഗത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നാണ്. വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവദാസന്മാരെ, സ്വർഗീയ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നേ. നിങ്ങൾ ഈ ദിവസം അനുഭവിക്കുന്ന പ്രതികൂലമില്ലേ, പ്രതിസന്ധിയില്ലേ, പ്രതികൂലത്തിന്റെ വല്ലാത്ത അനുഭവമില്ലേ, വിളി കേട്ടാൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ ആ വിഷയത്തെയും പരിഹരിക്കാൻ, ആ പ്രതിസന്ധികളെയും പൊട്ടിക്കാൻ സ്വർഗത്തിന് ഇന്ന് രാത്രി നിങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇനി എനിക്ക് ഏറ്റവും ആഴമായി വിശദീകരിക്കേണ്ടത് അടുത്ത ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ 2 പദവിയെക്കുറിച്ച് പൗലോസ് വീണ്ടും വ്യക്തമാക്കുകയാണ്. ഒന്നാമത്തെ പദവി നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും അടുത്തത് മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പൊ 2 പദവി യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസോട് വ്യക്തമാക്കുകയാണ്. ഒന്ന്, നമ്മുടെ കർത്താവ് അപ്പോസ്തലനാണ്. 2, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. കേൾക്കുന്നുണ്ടോ? ഒന്ന്, നമ്മുടെ കർത്താവ് അപ്പോസ്തലൻ. 2, മഹാപുരോഹിതൻ. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ല, അയക്കപ്പെട്ടു വന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവിക ആരാധന വെളിപ്പെടുന്ന അനുഭവത്തെപ്പറ്റി 6-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ട് ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ ദർശനം കാണുകയാണ്. ദർശനം ഇങ്ങനെയാണ്: സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു നിന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടി കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് യെശയ്യാവിൻ്റെ അകത്ത് പാപത്തിൻ്റെ അനുഭവം വെളിപ്പെട്ടു. യെശയ്യാവിനെ ഇതാ ഒരു കൊടിൽ കൊണ്ട് ഒരു ദൂതൻ കനൽ കെട്ടിയെടുത്ത് നാവിൽ തൊട്ടിട്ട് വീണ്ടും നാം വായിക്കുന്ന ഇങ്ങനെയാണ്. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ആരെ നാം അയക്കും, ആർ നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യത്തിനകത്ത് അടിയനെ അയക്കണമേ എന്ന് ഇതാ തിരുമുമ്പാകെ യെശയ്യാവ് താഴ്ത്തി ദൈവസന്നിധിയിൽ പറയുന്നത് പോലെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ താണലോകത്തിലേക്ക് ആര് കടന്നു പോകും? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരണമേൽക്കും എന്ന് തീരുമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഞാൻ ഇങ്ങനെ പറയുക, സങ്കല്പത്തിൽ പറയുക, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകാം എന്ന് പറഞ്ഞ് സ്വർഗമഹിമകളെ മാറ്റിവെച്ച്, സ്വർഗത്തിൻ്റെ ഉന്നതിയെ മാറ്റിവെച്ച്, സ്വർഗത്തെക്കാൾ ഉന്നതൻ, പരമോന്നതൻ, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ ആ സ്വർഗമഹിമകളെ വിട്ടിട്ട് ഈ താണ ഭൂമിയിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടു. യേശു അപ്പോസ്തലനാണ്, നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവനാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം നിങ്ങൾ വായിക്ക്, അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. യേശു പറയുന്നു, പിതാവിനാൽ ഞാൻ അയക്കപ്പെട്ടവനാണ്. എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ലയോ? എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എൻ്റെ പിതാവാണ് എന്നെ അയച്ചിരിക്കുന്നത്. നമുക്ക് ആവർത്തിച്ച് കേൾക്കുവാൻ കഴിയും. അപ്പോൾ യേശു അപ്പോസ്തലനാണ്, അയക്കപ്പെട്ടവനാണ്. ഇനി 2ാമത്തെ കാര്യം ഞാൻ വിശദീകരിക്കാൻ വളരെ ആവലോടെ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുകയാണ്. 2ാമത്തെ യേശുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി, പദവിയെപ്പറ്റി അവിടെ എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, അവൻ മഹാപുരോഹിതനാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശു മഹാപുരോഹിതനാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഇന്ന് പകലും ഇന്ന് രാത്രിയിലും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, മരണമില്ലാത്ത, മരണത്തിന് തൊടാൻ കഴിയാത്ത ഹല്ലേലൂയ മഹാപുരോഹിതനായി ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ മഹാപുരോഹിതനായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്ന് രാത്രിയിലും ആയിരിക്കുന്നത് കൊണ്ട് കരമൊന്നുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.
ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്കൊരു വാക്യം ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒരു തോട്ടം, ഒരു മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഒരു അത്തിവൃക്ഷം, മുന്തിരിത്തോട്ട നടുവിൽ ഒരു അത്തിവൃക്ഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അത്തിവൃക്ഷം ഇങ്ങനെ നിന്ന് മുൻപോട്ട് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം യജമാനൻ ഇറങ്ങി വന്നിട്ട് ആ അത്തിവൃക്ഷത്തിന് മേൽ ഫലം ആരാഞ്ഞു, പക്ഷേ ഫലം കിട്ടിയില്ല. പെട്ടെന്ന് യജമാനൻ തോട്ടക്കാരനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഈ അത്തിവൃക്ഷം വെട്ടിക്കളയാം, കാരണം ഇത് നിന്നാൽ ഈ നിലം നിഷ്ഫലമായി പോകും, അതുകൊണ്ട് ഈ അത്തിവൃക്ഷത്തെ നമുക്ക് വെട്ടിക്കളയാം എന്ന് പറയുമ്പോൾ തോട്ടക്കാരൻ യജമാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, വെട്ടിക്കളയരുത്, ഒരു വർഷം കൂടെ നമുക്കിതിനെ കിളച്ച് വളമിടാം, നമുക്ക് വെള്ളമൊഴിക്കാം, ഒരു വർഷം കൂടെ ഇതിനെ നിർത്താം. എന്നിട്ട് പറയുന്നൊരു വാക്കിങ്ങനെയാണ്, ഇനിയും ഫലം കായ്ച്ചാലോ എന്ന് പറഞ്ഞ് യജമാന്റെ മുമ്പിലേക്ക് ഒരു തോട്ടക്കാരൻ നിന്ന് അപേക്ഷിക്കുന്നത് പോലെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, പല ആവർത്തിയിലും വെട്ടാൻ ദൈവം വാളെടുത്തതാണ്. ഇല്ല, കേൾക്കുന്നില്ല? ഫലമില്ലാതെ വന്നപ്പോൾ ഷിജോയ്ക്ക് ഫലമില്ലാതെ വന്നപ്പോൾ ഷിജോൻ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ മുൻപോട്ട് പോകാതെ വന്നപ്പോൾ, പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, വചനധ്യാനം കുറഞ്ഞപ്പോൾ, ആത്മീയ തീഷ്ണത കുറഞ്ഞപ്പോൾ വെട്ടാൻ വാളെടുത്തതാ. പക്ഷേ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഒരു ആണ്ടുകൂടെ നിൽക്കട്ടെ. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് ആമേൻ പറ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും ആ കൃപ അനുഭവിപ്പാൻ, ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പലപ്പോഴും വെട്ടിക്കളയാൻ, അതിനെ പറിച്ചു കളയാൻ, അതിനെ എടുത്തു മാറ്റാൻ പിതാവ് പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷേ പുത്രൻ പറഞ്ഞു, ഇല്ല ഷിജോ നിൽക്കട്ടെ, കർത്താവിന് ദാസൻ അവിടെ നിൽക്കട്ടെ, ഈ മകൾ അവിടെ നിൽക്കട്ടെ, ഒന്നും കൂടെ നോക്കാം, ഒന്നും കൂടെ വളവിട്ട് നോക്കാം, ഒന്നും കൂടെ വെള്ളമൊഴിച്ച് നോക്കാം, വേലാൽ ഫലം കായ്ക്കുമെങ്കിൽ കായ്ക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. നീ അടുത്ത ദൂത് എല്ലാവരും കേൾക്കണം കേട്ടോ. ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസഹാറിന്റെ മകനായ കോരഹും, വേദപുസ്തകം നാം പരിശോധിക്കും, രൂബൻ ഗോത്രത്തിൽ നിന്ന് ഏലിയാബിന്റെ മക്കളായ അബീരാമും, കോരഹ്, അബീരാം, ദാൻ, പിന്നീട് അടുത്ത വാക്ക് ഓൻ എന്ന് പറയുന്ന 4 പേര് എഴുന്നേറ്റ് വന്ന് മോശയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മോശേ, നിർത്ത്, ജനമെല്ലാം വിശുദ്ധമാണ്, ദൈവം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളെ തന്നെ ഇങ്ങനെ ഉയർത്തുന്നതെന്ത്? കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ വ്യക്തമാക്കാം. 4 ആളുകൾ ഒന്നിച്ചു വന്ന് 250 പേരെ കൂട്ടി, സംഘസദസ്യരും സഭാപ്രധാനികളും, അങ്ങനെ 250 ആളുകളെ കൂട്ടി മോശയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, കോരഹാണ് നേതൃത്വം വഹിക്കുന്നേ. കോരഹ് പറഞ്ഞു, മതി, ജനമെല്ലാം വിശുദ്ധമാണ്, ദൈവം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ മോശേ, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ എന്താ ഉയർത്തുന്നേ? എന്നിട്ട് 250 പേരോടും കോരഹിനോടും മറ്റ് സഹപ്രവർത്തകരോടും പറഞ്ഞു, നിങ്ങൾ ധൂപകലശത്തിൽ ധൂപവർഗമിട്ട് നിങ്ങൾ നിൽക്കുക, ധൂപപീഠത്തിലിട്ട് നിങ്ങൾ നിൽക്കുക. എന്നിട്ട് മോശ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, തിരുനിവാസത്തിലെ ജോലികളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം തന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പൗരോഹിത്യം ആഗ്രഹിക്കുന്നത്? തിരുനിവാസത്തിൽ ജോലി ചെയ്യാൻ ഇവർക്ക് അനുവാദമുണ്ട്, പക്ഷേ അവരുടെ ഒരു ആഗ്രഹം ഇവർക്ക് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കണം. പൗരോഹിത്യം അഹരോന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കണം എന്നൊരു ദുരാഗ്രഹം വന്ന സമയത്ത് ഇത് മോശയോടും ജനത്തോടും മറ്റ് മോശയോട് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടും ദൈവത്തോടും അവർ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നാദാമിനെയും അബീരാമിനെയും ഒക്കെ വിളിക്കുന്ന സമയത്ത് അവരും മോശയെ പുച്ഛിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് മോശയോട് ദൈവം പറഞ്ഞു, മോശേ, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് സമാഗമന കൂടാരത്തിന് മുമ്പിൽ ദൈവിക പ്രത്യക്ഷതയുണ്ടായി. ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ
നശിപ്പിക്കാൻ പോകുകയാണ്. മോശ ഇതാ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന വാക്ക്, ഈ ചില പ്രിയപ്പെട്ടവർ ചെയ്ത കാര്യം നിമിത്തം എന്തിനാണ് ജനത്തെ നശിപ്പിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ഇവരുടെ കൂടാരങ്ങൾക്ക് മുമ്പിൽ നിന്ന് എല്ലാവർക്കും ഓടി മാറാം. എല്ലാവരും ഓടി വരുന്ന സമയത്ത് മോശ ദൈവസന്നിധിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരെയും നശിപ്പിക്കുന്ന പോലെയല്ല, ദൈവം ഒരു അപൂർവ കാര്യം ഇതിനകത്ത് ചെയ്താൽ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ജനമറിയേണ്ടതിന് ഒരു അപൂർവ കാര്യം ചെയ്യണമേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഭൂമി വായ പിളർന്ന് ഈ കോരഹിനെയും ദാദാനെയും അബീരാമിനെയും ഓനിനെയും ഒക്കെ വിഴുങ്ങിക്കളഞ്ഞു. പിന്നീട് 250 പേരുടെ മേൽ തീ അയച്ച് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം. ഇങ്ങനെ എല്ലാവരും 250 പേരെ തീ അയച്ച് ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. ഇനിയാണ് കേൾക്കേണ്ട കാര്യം. തീ അയച്ച് ദഹിപ്പിച്ചു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ ജനമെല്ലാം വന്ന് പറയുന്നൊരു കാര്യം, നീ ആ ജനത്തോട് എന്താണ് ചെയ്തത്? ആ ജനത്തോട് എന്താ ചെയ്തത്? നീ അവരെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മോശയ്ക്ക് നേരെ വീണ്ടും ജനം പിറുപിറുക്കുന്ന സമയത്ത് വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രത്യക്ഷത, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ തേജസ് സമാഗമന കൂടാരത്തിന് മുമ്പിലുണ്ടായി. ദൈവം പറഞ്ഞു, ഞാൻ ഇവരെല്ലാം നശിപ്പിക്കാൻ പോകുകയാണ്. എന്താ പറഞ്ഞേ? ഞാൻ ഇവരെല്ലാം നശിപ്പിക്കാൻ പോകുക. പെട്ടെന്ന് മോശ അഹരോനോട് പറയുന്നൊരു കാര്യമുണ്ട്, ധൂപകലശത്തിന്മേൽ ധൂപവർഗം എടുക്കണം. ധൂപവർഗം എടുത്തിട്ട് ജനത്തിനും ദൈവത്തിനും ഇടയിൽ നീ നിൽക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഹാപുരോഹിത ശുശ്രൂഷയാണ് ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു വശത്ത് ദൈവത്തിൻ്റെ കോപം തൻ്റെ ജനത്തിൻ്റെ മേൽ വീഴാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അഹരോനോട് ദൈവം പറഞ്ഞു, അഹരോനോട് മോശ പറഞ്ഞു, അഹരോനെ, നീ ധൂപ കലശത്തിൻ്റെ മേൽ ധൂപവർഗമിട്ടിട്ട് ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കണം. ഇനി വേദപുസ്തകം നിങ്ങൾക്ക് വായിക്കുന്നവർക്കറിയാം, ദൈവത്തിൻ്റെ ദാസനായ അഹരോൻ ജീവനുള്ളവർക്കും മരിച്ചവർക്കും ഇടയിൽ നിന്നു എന്നാണ്. ജീവനുള്ളവർക്കും മരിച്ചവരുടെ ഇടയിലും നിന്ന സമയത്ത് വേദപുസ്തകം പറയുന്നു, ബാധ നിന്നുപോയി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബാധ നിന്നുപോയി. ഞാൻ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 2-ാം ദിവസം രാത്രി നിയോഗത്തിൽ ദൈവസഭയോട് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ വലിയ ക്രോധങ്ങൾ, വലിയ പാപത്തിന്റെ ശക്തിയിൽ നിന്നുണ്ടാകുന്ന വലിയ അനർത്ഥങ്ങൾ ദേശത്തിനകത്ത് വരാതിരിക്കാൻ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? ദേശത്തിനകത്ത് വരാതിരിക്കാൻ പ്രാർത്ഥനയുടെ ധൂപവർഗം പിടിച്ച് ഒരു കൂട്ടം മഹാപുരോഹിത ശുശ്രൂഷ, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നാം രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയുന്നു, ദേശത്തിനകത്ത് വെല്ലുവിളികളും പൈശാചിക മണ്ഡലങ്ങളും ഇരുട്ടിന്റെ സ്വാധീനതകളും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം വന്ന് ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ PMT ദൈവസഭ പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചാൽ എത്ര പേർ കേട്ടെടുക്കാൻ ഇല്ല? മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പ്രവചിക്കാൻ പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എൻ്റെ ജനത്തിന് മതില് കെട്ടി ഇടിവിൽ നിൽക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനുമെന്ന് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ദേശത്തിൻ്റെ അകത്തെ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, വെല്ലുവിളികൾ, പ്രളയങ്ങൾ, മറ്റ് കാര്യാദികൾ ഒക്കെ മാറ്റപ്പെടാൻ പ്രാർത്ഥനയുടെ ധൂപവർഗം പിടിച്ച് ഒരു കൂട്ടം ആളുകൾ ഈ ദൈവസഭയ്ക്കകത്ത് പുറത്തു വരട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാര്യം ട്രിവാൻഡ്രത്തെ ദൈവം നശിപ്പിക്കാതെ, കോട്ടയത്തെ ദൈവം നശിപ്പിക്കാതെ, കേരളത്തെ ദൈവം നശിപ്പിക്കാതെ, ഇന്ത്യയെ ദൈവം നശിപ്പിക്കാതെ അതിന് ഇടിവിൽ നിൽക്കുന്ന ചില മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന, പ്രാർത്ഥനയിൽ മധ്യസ്ഥത ചെയ്യുന്ന ചിലർ ഇന്ന് രാത്രി ആത്മനിറവിൽ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആ കരമടിച്ച് സ്വീകരിക്കുന്ന രാത്രി. ഞാൻ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആത്മാവ് ഇടപെടുകയാണ്. ബാധയ്ക്കും ജനത്തിനുമിടയിൽ, ദൈവത്തിനും ജനത്തിനുമിടയിൽ പ്രാർത്ഥനയുടെ ധൂപവർഗം കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ചില യുവാക്കന്മാർ, മാതാപിതാക്കന്മാർ, ദൈവദാസന്മാർ ഈ പട്ടണത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്നവർ കരം
ഹഡാ ജഗൽ കരാദിയ. ഇനിയൊരു അപകടം ഉണ്ടാകരുത്, ഇനിയൊരു ദുരന്തങ്ങൾ സംഭവിക്കരുത്, ഇനിയൊരു വെല്ലുവിളിയുടെ, ഒരു വലിയ നിലവിളിയുടെ, മുറവിളിയുടെ ശബ്ദങ്ങൾ നമ്മുടെ ദേശത്തുണ്ടാകരുത്. ആത്മനിറവിലൊന്ന് പ്രാർത്ഥിക്ക്. Rada laba raga daya mana jagal karyadi, raba laga daya mana jagal karyadiya, shaba raga daya mana jagal karyadiya, artha prabha diya laba raba laga daya. പ്രാർത്ഥനയുടെ ധൂപവർഗം പിടിച്ച് ഇന്ന് രാത്രി ഒരു കൂട്ടം അഭിഷക്തന്മാർ ഇവിടെ എഴുന്നേൽക്കട്ടെ, 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 എഴുന്നേൽക്കട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. ഉഡാ ബര ജഗൽ കരാദിയാര ശബർ താല ജഗൽ കരാദിയാന ശബ്ദൽ കര. വാ തുറന്ന് ശബ്ദയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. ഞാൻ പറയുന്ന ഒരു വചനപ്രകാശനമാണ്. ആത്മാവ് ഇടപെടുകയാണ്. ക്രോധം, ക്രോധം, വെല്ലുവിളികൾ, അതര ദൈവത്തിന്റെ കോപം ദേശത്തിനകത്ത് വെളിപ്പെടാതെ വണ്ണം അതിനകത്ത് ഇടിവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. റദ ലഗ ദയ മന ജഗൽ കരാ ദിയ ഹദ രഗ ദയ രഗ ദയ ഹർതൽ കരാ ജഗൽ കരാ മന ജഗൽ ഹഡിയാ ദഗച്ച സിയാദൽ ഹർതൽ കബര ഗഡഗ സന്ദൽ കരാദി റബാ ദബാ ലഗ ജഗൽ കരാദി. വായൊന്ന് തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമാണ് നാം. അവന്റെ പുരോഹിത വർഗമാണ്. ഈ തലമുറയിൽ പ്രാർത്ഥിക്കേണ്ടവരാണ് നാം. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടവരാണ് നാം. സമയം വെറുതെ കളയാൻ നമുക്ക് അനുവാദമില്ല. പ്രാർത്ഥനയുടെ ഇടിവിൽ നശിപ്പിക്കരുതേ, ദേശത്തെ നശിപ്പിക്കരുതേ, ദേശത്തെ ന്യായം വിധിക്കരുതേ. ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ബാധയ്ക്കും ജീവനുള്ളവർക്കും നടുവിൽ, ദൈവത്തിനും മനുഷ്യനും നടുവിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ കൈ ഉയർത്തിപ്പിടിക്കുന്ന ഏലിയാവുമാർ ഇന്ന് രാത്രി എഴുന്നേറ്റു വരട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യ്. നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ തലമുറയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതും ആ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇടിവിൽ നിൽക്കാൻ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ പ്രാർത്ഥനയുടെ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് ധൂപപീഠത്തിനു മുമ്പിൽ, ധൂപപീഠത്തിനു മുമ്പിൽ ധൂപ കലശത്തിനകത്ത് ധൂപവർഗം ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റു വരട്ടെ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് വൈഡ വൈഷ പ്രഭാദിയ ലഗഡഗ സന്തൽ ഹദൽ കരാദിയാന അർത്തലേ ജഗൽ കമന ഗൗഷസിയാദിൽ റബാ ലഗച്ചസി ആന്തൽ കരാദിയ അർത്തലേ ജഗൽ കമന വൈഡ പ്രഭാദി റദാ ലഗാ ജബാ ലഗാ ദയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ഒരു വിടുതലായി മാറുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഒരു വിടുതലായി മാറുകയാണ്. അഗരോൻ ഇടിവിൽ നിന്ന സമയത്ത് ബാധ ഒടുങ്ങിയെന്ന്, ബാധ നിന്നുപോയെന്ന് വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മനിറവിൽ പറ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ നിൽക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ കോപം എന്റെ പ്രാർത്ഥനയുടെ നടുവിൽ നിൽക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കേ. ഹഡ ജല മന റിയ തല ഹൗഡ ബാല ജാര ജാല ജാര ശബർ താല ഭൗഷ പ്രഭാദിയാന റബാ ലഗ ദയാ രഗചസി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം.
ഇവിടെ പൗലോസ് വ്യക്തമാക്കുകയാണ്, നമ്മുടെ കർത്താവ് അപ്പോസ്തലനാണ്. രണ്ട്, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. നാം പുരോഹിത വർഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ ഇടിവിൽ നിൽക്കണം. ഇടിവിൽ നിൽക്കേണ്ട മേഖലയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചോണം. ദൈവസഭയ്ക്ക് വേണ്ടി കരഞ്ഞോണം. ദൈവദാസന്മാർക്ക് വേണ്ടി കരഞ്ഞോണം. ദൈവ മുഖത്തേക്ക് നോക്കി തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞോണം. ദൈവം നശിപ്പിക്കാതിരിപ്പാൻ, ദൈവം തകർക്കാതിരിപ്പാൻ, ദൈവത്തിൻ്റെ കരം നമ്മുടെ തലമുറയ്ക്കകത്ത് പ്രതികൂലമായി വെളിപ്പെടാതിരിപ്പാൻ ഇടിവിൽ നിൽക്കുന്നവർ ഈ രാത്രിയിൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത വാക്യത്തിൽ പൗലോസ് വ്യക്തമാക്കുന്ന ഇങ്ങനെ, മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുവിനെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ വാക്ക്, യേശുവിനെ നോക്കുക എന്നല്ല, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. എബ്രായ ലേഖനം തന്നെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നെങ്കിലല്ലേ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലക്ഷിച്ചു പോയതുമില്ല. പക്ഷേ ഈ വാക്യത്തിനകത്ത് പൗലോസ് വ്യക്തമാക്കുന്ന ഇങ്ങനെ, യേശുവിനെ നോക്കുക എന്നല്ല, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. നോക്കി പോകുകയല്ല, ശ്രദ്ധിച്ചേശുവിലേക്ക് നോക്കണം. ശ്രദ്ധിച്ചേശുവിലേക്ക് നോക്കിയാൽ വലിയ അനുഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഗെനസരേത്ത് തടാകത്തിൻ്റെ കരയിൽ ഇതാ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ യേശു ആ ഗെനസരേത്ത് തടാകത്തിൻ്റെ കരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ശീമോനുള്ളൊരു പടകിലേക്ക് യേശു കയറി. യേശു കയറിയിട്ട് യേശു പറയുന്ന വാക്ക്, ശീമോനെ, ഈ പടക് കരയിൽ നിന്ന് അല്പം കടലിലേക്ക് നീക്കണം. അല്ലെ, പടക് കരയിൽ നിന്ന് കടലിലേക്ക് ഇറക്കണം. ഇനി നിങ്ങൾ 5-ാമത്തെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, ശീമോനോട് യേശു അപേക്ഷിച്ചു എന്നാണ്. ശീമോനോട് യേശു അപേക്ഷിച്ചു. ഇനി അടുത്തത്, ശീമോൻ്റെ പടകിനകത്തിരുന്ന് യേശു വചനത്തെ പറഞ്ഞു, ഉപദേശിച്ച് തീർന്നപ്പോൾ ശീമോൻ്റെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, ശീമോനെ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവി. പെട്ടെന്ന് ശീമോൻ പറയുന്ന വാക്ക്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് ശീമോൻ വലയിറക്കുകയാണ്. അതിന് ഞാൻ കൊടുക്കുന്ന വാക്ക് യേശു ആജ്ഞാപിക്കുകയാണ്. 1 അപേക്ഷിച്ചു, 2 ആജ്ഞാപിച്ചു. ഇനി അധികം താമസിയാതെ ഈ പടക് മുഴുവൻ നിറഞ്ഞു. മത്സ്യങ്ങളെ കൊണ്ട് ഈ വല മുഴുവൻ നിറഞ്ഞു. വല പിടിച്ചു കയറ്റി ഈ പടകിനകത്തേക്ക് ഇട്ടു. പടക് മുഴുവനും നിറഞ്ഞു. ഇനി 3-ാമത്തെ മേഖല, 1 അപേക്ഷിക്കുന്നവനായി, 2 ആജ്ഞാപിക്കുന്നവനായി, 3 നിറയ്ക്കുന്നവനായി. ഇത് പത്രോസ് യേശുവിനെ കണ്ടു. യേശുവിനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആജ്ഞാപിക്കുന്നവൻ, അപേക്ഷിക്കുന്നവൻ, നിറയ്ക്കുന്നവൻ. ഈ 3 മേഖല കഴിഞ്ഞ് യേശുവിനെ, ഞാൻ ഇങ്ങനെ പറയുന്നത്, യേശുവിനെ പത്രോസ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പത്രോസിന് വെളിപ്പെട്ട കാര്യം എന്താണ് എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പത്രോസ് പറയുന്ന കാര്യം, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പത്രോസിന് മനസ്സിലായി, യേശു പരിശുദ്ധനും ഞാൻ പാപിയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയപ്പോൾ കണ്ടു, ആജ്ഞാപിക്കുന്നവനായി, അപേക്ഷിക്കുന്നവനായി, നിറയ്ക്കുന്നവനായി. ഇതൊക്കെ നോക്കിയപ്പോൾ കണ്ടെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, യേശു പരിശുദ്ധൻ, ഞാൻ പാപി. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് രാമയും പറഞ്ഞ്, ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് രാത്രി നമ്മുടെ പാപത്തെ നമുക്ക് കാണാൻ കഴിയും. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക്. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് രാമൻ പറയും, യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിറയ്ക്കുന്നവനായിട്ടല്ല, ആജ്ഞാപിക്കുന്നവനായിട്ടോ അപേക്ഷിക്കുന്നവനായിട്ടോ അല്ല. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, അവൻ മാത്രമാണ് പരിശുദ്ധൻ, അവൻ മാത്രമാണ് വിശുദ്ധിയിൽ ഭയങ്കരൻ, അവൻ മാത്രമാണ് പരിശുദ്ധനായ ദൈവം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇനി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അടുത്തുണ്ടായ കാര്യം എന്താണെന്നറിയുമോ? ഏത് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത്. ശീമോൻ ചെയ്ത കാര്യം, അവൻ ആ പടകിനെ വിട്ട്, നിറഞ്ഞ പടകിനെ വിട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു ഗുരു കർത്താവ് മാത്രമാണ്. അനുധാവനം ചെയ്യാൻ, അനുഗമിപ്പാൻ പറ്റിയ ഒരു ദൈവം യേശു മാത്രമാണ്. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന രാമൻ പറ. യേശുവിനെ നോക്കിയപ്പം നിറയ്ക്കുന്നവനായും ആജ്ഞാപിക്കുന്നവനായും അപേക്ഷിക്കുന്നവനായി കണ്ടെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, അവൻ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്. 2, എനിക്ക് അനുധാവനം ചെയ്യാൻ, എനിക്ക് അനുഗമിപ്പാൻ
ബലപ്പെടുത്താൻ പറ്റിയ ഒരു ഗുരു കർത്താവ് മാത്രമാണ്. ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്നുയർത്തി ആമേൻ പറ. ആ ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന വാക്യം എന്താണ്? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തിലൂടെ രക്തം ഒഴുകുന്നുണ്ട്. യേശു മുൾക്കിരീടം വെച്ചിട്ടുണ്ട്. കൈയും കാലുമെല്ലാം ആണി തറച്ചിരിക്കുകയാണ്. മുലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ട് കിടക്കുന്നു. ഒരു അറവുശാലയ്ക്കകത്ത് ഇറച്ചി കഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ നസ്വയൻ വിവസ്ത്രനായി ഇതാ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും യേശുവിനെ നിന്ദിച്ചതാണ്. പെട്ടെന്ന് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ. അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ഇവനൊരു പാപിയല്ല, ഇവനൊരു മനുഷ്യനല്ല, ഇവൻ രാജാവാണ്, ഇവൻ ദൈവമാണ്. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ. യേശു അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വെളിപ്പാടുകളെല്ലാം നമുക്ക് കിട്ടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറ. ഒരു സാധാരണ നോട്ടം കൊണ്ട്, ദൈവമുഖത്തേക്കുള്ള നോട്ടം കൊണ്ട് ഇരിക്കരുത്. ശ്രദ്ധിച്ചവനെ നോക്ക്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ പറയും, അവൻ രാജാവാണ്, അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നവനാണ്. കരമെന്ന് അടിച്ച് അല്പസമയം നാവ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി കർത്താവിനെ നോക്ക്. കർത്താവിനെ ശ്രദ്ധിച്ചു നോക്ക്. അല്പസമയം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന രാത്രിയാകട്ടെ, യേശുവിനെ ശ്രദ്ധിച്ചു കാണുന്ന രാത്രിയാകട്ടെ, യേശുവിനെ ശ്രദ്ധിച്ചു വീക്ഷിക്കുന്ന രാത്രിയാകട്ടെ. ആ കരമടിച്ച് അല്പസമയം കൂടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. കരമടിച്ച് അല്പസമയം നാവ് തുറന്ന് ശബ്ദമുയർത്തി ഇന്ന് രാത്രി മഹാപുരോഹിതനായ അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. ഇന്ന് യോഗത്തിൽ നിങ്ങൾ വന്നത് മറ്റുള്ളവരെ ശ്രദ്ധിച്ചു നോക്കാൻ അല്ലെന്ന്. നസ്രയനെ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. നിന്റെ വിഷയത്തിനകത്ത് അവൻ പരിഹാരകനാണ്. നിന്റെ വിഷയത്തിനെ അവൻ പരിഹരിക്കാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി വാ തുറന്ന് ശബ്ദമുയർത്തി ആ യേശുവിനെ നന്നായി കരമടിച്ച് അല്പസമയം കൂടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. 2024 ഈ പ്രാർത്ഥനാ യോഗത്തിനകത്ത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന ദിവസങ്ങളാകട്ടെ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന എല്ലാ നോട്ടങ്ങളും മാറ്റിവെച്ച്, മറ്റുള്ള എല്ലാ കാര്യാദികളും മാറ്റിവെച്ച്, എൻ്റെ നസ്രയനെ ഞാൻ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്കുന്നു. അങ്ങ് മഹാരാജാവാണ്, അങ്ങ് ഉയർന്നവനാണ്, അങ്ങ് ഉന്നതനാണ്, അങ്ങ് ഇന്ന് രാത്രി പരിശുദ്ധനാണ്. വാ തുറന്ന് കരമടിച്ച് അല്പസമയം കൂടെ ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹത്തല ജാല ധീരവ രക്ഷ വൈഡ ജാല വേദ മാന ജാല ധാര ജാല ധാര തടസ്സങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ, ദുഷ്ടനുഖങ്ങൾ അടിയട്ടെ, ബന്ധനങ്ങൾ ഇന്ന് രാത്രി പൊട്ടട്ടെ, ജയം വെളിപ്പെട്ടു വരട്ടെ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നവരുടെ കൂടാരങ്ങൾക്കകത്ത് ഇന്ന് രാത്രി അസാധാരണമായ ജയങ്ങൾ, അസാധാരണമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ശബ്ദമുയർത്തി ആത്മനിറവിൽ തല ഉയർത്തിപ്പിടിച്ച് കണ്ണ് നന്നായി ഇന്ന് രാത്രി ശക്തിയോടെ ആ ഹൃദയ കണ്ണുകൾ തുറന്ന് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. മറ്റുള്ളതിലേക്കെല്ലാം ശ്രദ്ധ മാറ്റിവിട്. മറ്റുള്ളവരിലേക്കൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ കർത്താവിലേക്ക് നോക്ക്. കരമടിച്ച് അല്പസമയം കൂടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങാം. നമുക്ക് ദൈവത്തെ ആരാധിച്ചു തുടങ്ങാം. വായ തുറക്ക്.
നോക്കാൻ കൊള്ളാവുന്ന, ശ്രദ്ധിച്ചു കൊള്ളാവുന്ന, ശ്രദ്ധിച്ചു നോക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ദൈവം ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നസ്രയനായ യേശുവാണെന്ന് ഇന്ന് രാത്രി ശക്തിയോടെ പറയാൻ എനിക്കൊരു ലജ്ജയുമില്ല, എനിക്കൊരു പേടിയുമില്ല. ശ്രദ്ധിച്ചു നോക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, അത് നാം ആരാധിക്കുന്ന നസ്രയനായ യേശുവാണ്. ഇന്ന് രാത്രി ഹൃദയ കണ്ണുകളെ തുറന്ന് ശ്രദ്ധിച്ചു നോക്ക്. Glory to Lord, glory to Lord, glory to Lord. Hallelujah, hallelujah, hallelujah. Oh ദൈവത്തിന്റെ ഹല്ലേലൂയ, ഓ മാറ്റമില്ലാത്ത ദൈവശബ്ദം, ഹല്ലേലൂയ, ഇമ്പകരമായ ദൈവശബ്ദം, ഹല്ലേലൂയ. ഓ അത് മഴ പോലെ മഞ്ഞു പോലെ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹർമോനിയ പർവ്വതങ്ങളിൽ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ഓ ഹർമോനിയ മഞ്ഞു പോലെ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ മേൽ ദൈവം പൊഴിച്ചു തരുകയായിരുന്നു. കേൾപ്പിച്ച ദൈവത്തിന്റെ വചനങ്ങളെ നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങളിൽ 30, 60, 100 മേനിയായൊന്ന് വിളയുവാൻ്റെ കവണം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷിക്തനിലൂടെ ശക്തമായി സംസാരിച്ചല്ലോ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ ഓഹരിക്കാരായുള്ളവര്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീനെന്നുള്ള ആ ദൈവ ശബ്ദം, ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥനെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ യേശു കർത്താവിനെ, ഹല്ലേലൂയ, സകലരിലും ശ്രേഷ്ഠനായ, ഹല്ലേലൂയ, അതിശ്രേഷ്ഠനായ യേശു കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അവന്റെ ശ്രേഷ്ഠതകളൊന്ന് മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്തെങ്കിൽ ദൈവമക്കളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന്, ഹല്ലേലൂയ, ആ യേശു കർത്താവിനെ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച്, ഹല്ലേലൂയ, അവനെ നോക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിലൂടെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ സഭ അവർ കുറവുള്ളവരായിരുന്നിട്ടും, ഹല്ലേലൂയ, ആമേൻ, സഹോദരന്മാരെ എന്ന് വിളിച്ചപ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശുദ്ധ പൗലോസ് വിളിക്കുമ്പോൾ അതിലൊരു അർത്ഥമുണ്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞല്ലോ. സഹോദരന്മാരിൽ കുറവിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സഹോദരിമാരിൽ നമ്മൾ കുറവുകൾ, ഹല്ലേലൂയ, മനുഷ്യരാണ്. കുറവുള്ളപ്പോൾ തന്നെ നാം ഒരു പിതാവിന്റെ, ഹല്ലേലൂയ, ഓ ആമേൻ, മക്കളാണ്. അതുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധന്മാരാകയാൽ, ഹല്ലേലൂയ, ആമേൻ, പരസ്പരം, ഹല്ലേലൂയ, കുറ്റമാരോപിക്കാതെ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണിക്കൊണ്ട്, ഹല്ലേലൂയ, ആഴമേറിയ ദൈവസ്നേഹത്തിൽ പരസ്പരം സ്നേഹിക്കുവാനുള്ള ആഹ്വാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നല്ലോ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മെ സ്വർഗീയ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും നേടിയെടുക്കാനല്ല, ഹല്ലേലൂയ, സ്വർഗീയ വിളിക്ക് വേണ്ടി വിളിച്ചതുകൊണ്ട് യേശു കർത്താവിലേക്ക് ശ്രദ്ധിച്ചു നോക്കി ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാകയാൽ ആ സ്വർഗീയമായ വഴിയിലൂടെ, ആ ജീവന്റെ വഴിയിലൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്തല്ലോ. യേശു കർത്താവിനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പത്രോസ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ
തൻ്റെ കുറവുകൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നവന് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തുവാൻ അവന് കൃപ ലഭിച്ചല്ലോ. ഹല്ലേലൂയ. ആമേൻ. കുരിശിലെ കള്ളൻ യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ യേശു കർത്താവ് രാജാതി രാജാവാണെന്നും അവൻ കർത്താതി കർത്താവാണെന്നും അവൻ പരിശുദ്ധനാണെന്നും മനസ്സിലായല്ലോ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവം കൃപ നൽകട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം അഭിഷക്തനെ ശക്തമായി പിന്നെ ഈ കരങ്ങൾ ഉപയോഗിക്കട്ടെ, അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ കേട്ട വചനത്തെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലയേറിയ പ്രത്യേകം ജോസ് ഫിലിപ്പ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ കർത്താവിൻ്റെ വിലയേറിയ ദാസനാൽ പ്രൈസ് ദി ലോർഡ് വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ ദിവസത്തെ ഹല്ലേലൂയ ആമേൻ രാത്രിയിലെ സെക്ഷൻ അവസാനിപ്പിക്കുന്നതാണ്. ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച വലിയേറെ ദൈവദൂതനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ടിട്ട് പോകുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, ദേശത്തിലെ നാശത്തെ ഓർത്ത് കർത്താവ് ഇടിവിൽ നിൽപ്പാൻ അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ചേഞ്ചായി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദമായി നിൽപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ, ശുശ്രൂഷപ്പെടുത്തിയതിനെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന ഒഴിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടത് ഓർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസം കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവെ അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസൻ്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമീൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ പകൽ 11 മണിക്ക് ഉപവാസ പ്രാർത്ഥന ഇവിടെ വെച്ചുണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനാപൂർവം സംബന്ധിക്കും.